വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് സമൂഹത്തിൽ അങ്ങനെ പറയുന്നത് തെറ്റാണ്. അങ്ങനെ പറയുന്നത് തെറ്റാണ്. അത് സംസാര വിഷയം അവിടെ ഉണ്ടായിരുന്നു. അതായത് നൂറ അതിലെ ലക്ഷ്മിയുടെ സംസാരം ഞാൻ അടുത്തിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവരിവിടെ പലതും കണ്ടിട്ടുണ്ട്. അതൊക്കെ ശരിയാ. എന്നോട് ചോദിച്ചാ നൂറ, ചേച്ചി വീട്ടിൽ ചെല്ലുമ്പം ചേച്ചിയുടെ ഋതപ്പൻ ചോദിക്കുവാണ്, ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. നൂറ അതിലൂടെ ആരാണ് ചേച്ചി എന്ന് പറയും. ചേച്ചിയുടെ അഭിപ്രായം ചേച്ചിയുടെ അഭിപ്രായം പറയും. നിനക്കെന്ത് തോന്നുന്നു? ചേട്ടനെന്ത് തോന്നുന്നു? ഞാൻ പറയും പാർട്ട്നേഴ്സ് ആണ്. അതിനെന്താണ്? സീരിയസ് ആയിട്ട് ചേച്ചി അങ്ങനെ പറയും. അതാണ് ചേച്ചി ഇതൊരു പുതിയ അറിവാണല്ലോ. നമ്മുടെ കാരണന്മാരൊന്നും പറഞ്ഞു തരില്ല. ഞാൻ പറയുന്നുണ്ട് അതിനെന്താണ്, അതിന് തെറ്റെന്താണ്? ഒരു തെറ്റുമില്ല അതിനകത്ത്. അത് അവരുടെ സന്തോഷമല്ല, അവരുടെ ഇത്. അത് ശരി, നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് ഇതാണല്ലേ. നമ്മൾ എന്തിനാണ് തെറ്റെന്ന് അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്ന് ഒരിക്കലും പറയരുത്. അല്ല സാർ എന്താ പറഞ്ഞത്? ഹാപ്പി, എനിക്ക് അവരെ ഭയങ്കര വ്യക്തിപരമായിട്ട് ഇഷ്ടമുള്ളവരാണ്. അവരുടെ സന്തോഷം. അല്ലാണ്ട് എനിക്ക് ആ പാവം കൊച്ചിനോട് ഒരു വിരോധമില്ല. അവര് നല്ല രീതിയിൽ 100 കൊല്ലം ജീവിക്കട്ടെ സന്തോഷത്തോടെ ഒരുമിച്ച്. അതാ എന്റെ പ്രാർത്ഥന, എന്റെ ആശംസ. ഞാൻ പറഞ്ഞത് ഇപ്പോഴെങ്ങനെയുണ്ട്? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഹാപ്പി ആയിട്ട് അവർ പോട്ടെ. ലക്ഷ്മി പറയുന്നതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. ആരാധകരെ കണ്ട അതാണ് ലക്ഷ്മി ഞാൻ പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കറക്റ്റ് അറിഞ്ഞിട്ട് വേണം പുറത്ത് പറയാനും പ്രശ്നമാക്കാനും. ഇത് ചുമ്മാ അത് അറ്റോ ഇല്ല വാലും ഇല്ലാതെ ലാസ്റ്റ് സത്യാവസ്ഥ തെളിവ് ഈ പുള്ളിക്കാരി തന്നെ, ലക്ഷ്മി തന്നെ. അവന്മാരിങ്ങി വരട്ടെ, ഞാൻ ആരാണെന്ന് അപ്പ കാണിച്ചു കൊടുക്കും. നമ്മൾ അവിടെ ചെയ്യുന്നത് കോണ്ടന്റുകൾ എന്താണെങ്കിലും അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സംഭവങ്ങൾക്ക് പുറത്ത് ട്രോളുകളായിട്ടും അല്ലെങ്കിൽ കുറെ ഫൺ വീഡിയോകളായിട്ട് വരും. തനിക്കിനി എന്തെങ്കിലും പറയാനുണ്ടോ? മൗനം സമ്മതം. നമ്മുടെ ഒരു സംഭവം ഉണ്ടാവണോ, അതേ ആള് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് അതേ വീഡിയോ തന്നെ ചെയ്യണ ഒരു സംഭവം കണ്ടായിരുന്നു. കണ്ടടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ പറയും, നീയൊക്കെ കേൾക്കും. സംഭവമായിരുന്നല്ലേ അത് ഭയങ്കര വീഡിയോ വൈറലായിരുന്നു. ഞാൻ പറയാൻ അറിയാലോ എന്താ സംഭവിക്കുന്നത്. എനിക്കൊന്ന് അവിടുത്തെ ബിഗ് ബോസ് എന്ന് കട്ട് വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കുറെ പേര് ചെയ്തു, കുറെ ആർട്ടിസ്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനാണ് ഈ ഏരിയയിലെ സാറിന്റെ സ്ഥിരം വേട്ടമൃഗം. എനിക്കൊന്ന് മഴവിൽ മനോരമയുടെ അമ്മയുടെ ഷോയ്ക്ക് ഇതേ ചെയ്തു. എന്താ ഡെയിനും കൂടെ ചെയ്തു. കൂടുതലായിട്ടൊന്നും പറയാനില്ല, എല്ലാം നല്ലത്.